അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അടുത്ത സർക്കിട്ട് തുടങ്ങി. പപ്പയുടെ യൂണിഫോമിൽ ആരും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് പപ്പയുടെ ബോർഡർ യൂണിഫോം കണ്ടാ. അപ്പോൾ ഞങ്ങളിന്ന് ബോർഡറിലോട്ട് പോവുക. അതിനുള്ള റെഡിയില്ല. അതെ ആദുവാവ കിട്ടുമെന്നറിയില്ല. ആദുവാവ കയ്യിലുണ്ട്. മനു ഇപ്പോൾ റെഡിയാവും. ഞങ്ങളിപ്പോൾ ബോർഡറിലോട്ട് പോവാ അല്ലേ. അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അതെ മനു വന്നിട്ടാ. മനു തിരിഞ്ഞടി. ഇതാണ് മനുവിൻ്റെ കുട്ടപ്പല്ല സെറ്റപ്പ്. എന്നൊന്ന് കാണിച്ചേ മനു, എന്നെ കാണിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റപ്പ്. അയ്യോ അപ്പതേ ഞങ്ങളിപ്പോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബീഹാറിന്റെ ഇതാണ്ടാ കാണുന്നത്. ആ ഗ്രീൻ ബോർഡ് കണ്ട. അപ്പുറത്തെ സ്റ്റേറ്റ് ബീഹാർ. ഞങ്ങൾ ബോർഡറിലോട്ട് പോവുക. അപ്പൊ അത് അയ്യോ ബംഗ്ലാദേശ് ബോർഡറിന്റെ അടുത്തോട്ട് പോകും. അത് തന്നെ ബംഗ്ലാദേശ് ബോർഡർ അടുത്ത്. അപ്പൊ ബീഹാറിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ ഞങ്ങൾ ബീഹാറിലോട്ട് കയറിയിട്ട് അവർ 5 മിനിറ്റ് കൊണ്ട് ബീഹാറിലെത്തി. തൊട്ടടുത്ത് ഇത് നേരെ ബംഗ്ലാദേശ്. പോണില്ല, എന്നാലും ബോർഡറിലോട്ടല്ലേ പോണേ. എല്ലാം ബീഹാർ കാണാത്തവര് കണ്ടോ. കുറച്ച് വഴികളുള്ളൂ. എല്ലായിടത്തും ടുക്ടുക്ക് തന്നെ കേട്ടോ ഇവിടെയൊക്കെ. നമ്മുടെയൊക്കെ അവിടെ നിന്ന് ഹിറ്റാകും, പക്ഷെ സമ്മതിക്കില്ല ആൾക്കാർ. എന്തൊക്കെയൊക്കെയോ സ്ഥലങ്ങൾ. ബീഹാർ കയറിയപ്പോഴേക്കും ഭയങ്കര തിരക്കട്ടോ. ഭയങ്കര എന്താ പറയുക, വണ്ടികൾ കൂടി. വെസ്റ്റ് ബംഗാളിൽ വണ്ടികളേ ഇല്ല. മൊത്തം ചോളല്ലേ. എത്ര കിലോമീറ്റർ ചോളം തന്നെ. കുറെ നേരം ഇതൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് റോഡിൽ ഇത് മാത്രമേ. ഭയങ്കര ചെറിയ വഴിയാ. ഒരു വണ്ടിക്ക് പോവാം, 2 വണ്ടിക്ക് പോവാം, പക്ഷെ കുഴപ്പമില്ല. ഞങ്ങളിത് ഇവിടെ ബോർഡറിലെത്തി. ഇതിപ്പോ എങ്ങോട്ടേക്കാ പോണ്ടേന്ന് അറിയില്ല. അവർക്ക് അവിടെ ഇതാണ് ഫുൽബാരി. ഫുൽബാരി ബോർഡർ. ഇവിടെ ഫുൽബാരി വില്ലേജ് ഇവിടെ. വില്ലേജിന്റെ തൊട്ടടുത്താ ബോർഡർ. ഇവർക്കൊന്നും രാത്രി പേടിയാണ്. അതെ, ഇപ്പുറത്ത് കാണുന്നതൊക്കെ ബംഗ്ലാദേശ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയാലേ ബംഗ്ലാദേശ് ഉണ്ടാവും. ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗം. ഇപ്പൊ ഞങ്ങൾ പപ്പയുടെ ദർബാറിന്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഫുള്ള് ചോളം. പിന്നെന്താ ഇപ്പുറത്ത് ബോർഡർ. ഇനിയും പോണല്ലേ കൊറേ. ഇത്രയും വലിയ ബോർഡർ ഉണ്ട്. ദൈവമേ. സോളാർ പാനലാ വെച്ചിരിക്കണെന്ന് തോന്നല്ല അവിടെ. സോളാർ പാനൽ. ഇതൊന്നല്ല ബംഗ്ലാദേശ്. കൊറേ അതിന്റെ അപ്പുറത്തോട്ട് പോണം. ഇനി അങ്ങോട്ടേക്ക് ആ വീടൊക്കെ കാണാതായിരിക്കും. അതൊന്നും കാണൂല്ലോ ശരിക്കും. ഭയങ്കര ചെറിയ വഴി. അവിടെ വെള്ളം എന്തൊക്കെയാണ് ശരിക്കും കാണാൻ പറ്റണില്ല. പക്ഷെ അതുകൊണ്ടല്ലേ അത് ഇത് കൊറേ കാണാം ഇവിടെ. അത് അല്ലെങ്കിലും ഷേക്കാവുന്നുണ്ട്. 2 കൈ കൊണ്ട് പിടിച്ചിട്ട്. ഞങ്ങൾ ഇപ്പൊ ഫൈനലി എത്തി പപ്പയുടെ എന്താണ് ദർബാറിന്റെ അങ്ങോട്ടേക്ക്. ഇതാണ് ഇതിന്റെ അകത്തോട്ടാണ്. പുള്ളിക്കാരത്തിന് എടുക്കാനാണ്. അതാ ഫോക്കസ്. ഇങ്ങനെ ക്യാമ്പസിന്റെ അകത്തോട്ട് ക്യാമ്പിന്റെ അകത്തോട്ട് കയറണേ. അവിടെയാണ് ദർബാർ മീറ്റിംഗ് തോന്നല്ലേ. പപ്പയുടെ എല്ലാവരും ഇവിടെ സലൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ആരും ബോർഡർ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ലല്ല. എല്ലാവർക്കും കാണാൻ പറ്റിയ അവസരമാണ്. ഇതിൻ്റെ ഉള്ളിൽ പപ്പയുടെ ബോസാണെന്ന് അറിയില്ല. ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കണം. വണ്ടികളുണ്ട് കേട്ടോ അവിടെ നിറച്ച്. ഇരിക്കേണ്ടി വരും. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ആദ്യം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അവിടെയൊക്കെ നിറച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ദർബാർ നടക്കുന്ന സ്ഥലം കേട്ടാ. കുറേ ബോർഡറിൻ്റെ കുറേ ഗേറ്റുകളുണ്ട്. ഇത് ദർബാർ, അതായത് മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ്. മിക്ക വീടുകളിൽ ഇല്ലെന്ന് തോന്നുന്നു. വീഡിയോ കോൾസിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു.
ആദ്യമായിട്ടാണ് ബോർഡർ സെക്യൂരിറ്റിയുടെ ഇത് കാണാൻ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. അതുകൊണ്ടും മഞ്ഞയും കൂടെ എവിടേക്കാണ് പോയിട്ട് വരിക കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞേക്കുക. അവിടെ എന്തോ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. കാണാൻ പറ്റുന്നറിയാൻ പാടില്ല. അവിടെ കണ്ട അവിടെ ട്രെയിനിങ് ഇതൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമോ? ഇല്ല. വെള്ളം കൊടുക്കാൻ പോയാ सारे साथियों, अस्पताल से अभी ऊपर से जा रहा हूँ 33 साल सर्विस करके, तो बहुत अच्छा लगा मेरे को। ये लास्ट ये मैं एडिशन बटालियन से जा रहा हूँ, मैं एडिशन को करती हूँ, तो बहुत मेरे को बहुत खुशी हो रहा है। और मेरा ये संभव ये साल भी आ गए और बारिश है नहीं, और मेरा ज़्यादा बोलने का इतना नहीं है, लेकिन थैंक यू। मेरा नाम मनीषा सुरेश है। मैं पापा सुरेश की सबसे बड़ी बेटी हूँ। एंड ज़्यादा कुछ कहना नहीं है। पापा हमारे बहुत बड़े इंस्पिरेशन और बहुत बड़े मोटिवेशन रहे हैं, क्योंकि पापा बचपन से नहीं, लेकिन क्या बोलूँ, बचपन से ही बहुत हार्ड वर्क किया है। इवन आफ्टर जॉइनिंग BSF उन्होंने बहुत मेहनत की है। बहुत तुमको मिलकर मुझको ये महसूस हुआ कि जिंदगी में भी कितने मूल्य बोला है, जैसे कि अब जाके अपने घर में केरला में करना तनिक आराम, और 87 बटालियन को आपको हमेशा रहेगा सलाम। जय हिंद। ഇങ്ങോട്ട് കൊണ്ടുപോകട്ടെ. അറിയില്ല ഇങ്ങനെ കൊണ്ട് പോവുക. ഓ ചെറിയൊരു ടീ പാർട്ടി. പപ്പനെ ഇതാക്കിയ ഓഫീസർ പോയിട്ട് DIG ആയിരുന്നു. ആ പുള്ളി ക്യാപ്പ് വെച്ചേക്കണ പുള്ളി DIG ആയിട്ടാ. എടുത്ത് അപ്പം ഞങ്ങൾ ബോർഡറിൻ്റെ എത്ര ക്ലോസ് പോകാൻ പറ്റുന്ന ക്ലോസ് പോകാൻ നോക്കുക കേട്ടാ. വേറൊരു സിവിലിയനും പറ്റാത്ത കാര്യങ്ങളാട്ടാ ഇതൊക്കെ. അപ്രീഷിയേറ്റ് ചെയ്യുക. വേറൊരു സിവിലിയനും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി മിലിറ്ററിക്കാർക്ക് മാത്രമേ ഇങ്ങോട്ടൊക്കെ പ്രവേശനമുള്ളൂ. ജസ്റ്റ് ബോർഡർ സൈഡിൽ കൂടെ പോയി കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പപ്പ ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ വിട്ടത്. അപ്പുറത്തൊക്കെ കുറേ എന്താ പറയുക, ആൾക്കാരൊക്കെ പണിയൊക്കെ എടുക്കണം. അത് ഇന്ത്യൻസിനാണ്. ഇവിടെ നിന്ന് പിന്നെ വളക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങോട്ട് പോകാണ്ട് ഇല്ല. അപ്പുറത്തെ ഭാഗം കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ മരങ്ങളും ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട്. പിന്നെ എൻ്റെ സൂമും അത്രയ്ക്ക് വലിയ സൂമല്ല. ഫുള്ള് കൃഷി തന്നെയാണ്. ഇവിടുത്തെ ഒരു പോസ്റ്റാട്ടാ. കൃഷിയാണ് ഫുള്ള്. ഫാമും കൃഷി ഇതിൽ പോസ്റ്റാണ്. ഇതൊരു BSF പോസ്റ്റ്. അത് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷൻ ഡിഫൻസിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ഇതൊക്കെയാണ്
എങ്ങോട്ട് പോയതാ? ഇതൊക്കെ കേട്ടോ സംഭവങ്ങൾ കണ്ട. അവിടെ ഒരു പോസ്റ്റ്, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയേക്കാണ്, ഓരോ ബോർഡറിലോട്ട് പോയേക്കുക. അങ്ങേ അറ്റത്താണ് ബംഗ്ലാദേശ്. കണ്ട ചേമ്പ് കൃഷി ഉണ്ടോ? ചേമ്പാട്ടാ നമ്മുടെ ഫുള്ള്. അപ്പൊ ഇതാട്ട പപ്പയുടെ മൊമെന്റ് കിട്ടിയേക്കുന്നത്. ഇതാണ് പപ്പയുടെ മൊമെന്റ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ നിർത്തിയിട്ടാ അവിടെ ചെക്ക് പോസ്റ്റ്. നമ്മുടെ ബംഗ്ലാദേശിന്റെ വീടുകള് കാണാൻ പറ്റുമെന്നറിയില്ല. അത് ബംഗ്ലാദേശ് ആട്ടാ, ഗ്രീൻ കളർ വീടുകളൊക്കെ. ഫ്ലാഗൊക്കെ കാണാൻ പാടില്ല. ഇതൊക്കെ ബംഗ്ലാദേശിന്റെ ഭാഗമാട്ടോ. അത് ആ വീട് ഇതെല്ലാം അങ്ങോട്ട് കുറേ ഉണ്ട്. ഇതാ ഇവിടെ ഒരു ഗേറ്റും ഉണ്ട് വേണ്ട. ഇവിടെ ഇപ്പുറത്ത് നിറച്ചും കൃഷികളാട്ടോ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥലങ്ങളാണ്. ചെക്ക് പോസ്റ്റ്. ഞങ്ങൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലോട്ട് കയറുവാട്ടെ. കയറാൻ സമയം വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. പപ്പ ഉള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ കരുതേ അവിടെ ഉള്ളിലൊരു ഗ്രാമം കണ്ട ഗായ്സ്. പോസ്റ്റിൻ്റെ ഉള്ളിലൊരു ഗ്രാമം. അങ്ങോട്ട് ഗ്രാമം കേട്ടോ, നമുക്ക് അധികം അങ്ങോട്ട് പോകാൻ പാടില്ല. ആ ഗ്രാമം ഇത് പോസ്റ്റ് കേട്ടോ, ഫസ്റ്റ് ലൈൻ പോസ്റ്റ്. ഉള്ളിൽ തന്നെ ഗ്രാമം. അവിടെയാണ് ഇത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് ആ ഗ്രൗണ്ട് കണ്ടില്ലേ മാമ? ആ ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് പോസ്റ്റിന്റെ ഉള്ളില്, ലൈൻ ഓഫ് കൺട്രോളിന്റെ ഉള്ളിൽ ഒരു ഗാവ് എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കൃഷിയുള്ള ഒരു ഇത് അല്ലേ? ഇത് ഇന്ത്യയുടെ ഇതാട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ ആർക്കും കിട്ടാത്ത അവസരങ്ങൾ. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതേ പോസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുക കേട്ടോ. കളർ വീടുകളുണ്ടോ? അതൊക്കെ ബംഗ്ലാദേശാണ് ഫുള്ള്. ഇവിടുത്തെ മെസ്സിന്ന് വാങ്ങിച്ച ഫുഡാട്ടോ ഇത്, മിലിറ്ററിക്കാരുടെ. ഇത് മീൻ വറുത്തത്. മീൻ അങ്ങനെ തന്നെ കടലിൽ നിന്ന് പിടിച്ച് വറുത്തിട്ടേക്കോടെ നോക്കി. മിലിറ്ററി ഇത് ഉണ്ട്, ഉള്ളിലൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ വയറൊക്കെ ക്ലീനാണ്. പിന്നെ ഇത് മീൻ കറി അല്ല, ചാറ് സെപ്പറേറ്റ് ആണ്. പിന്നെ ചപ്പാത്തി വന്നിട്ടുണ്ട്, പിന്നെ സലാഡ്. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഇല്ല, ഫ്രൈഡേ ഇതായിരിക്കും, എന്താ പറയുക, നോൺ വെജ് ആയിരിക്കും. സൺഡേ മട്ടൺ, സ്പെസിഫിക്കലി മട്ടണാണ്. ഇതാണ്, ഇങ്ങനെയാണ് പപ്പൊക്കെ കഴിക്കണത്. മീൻ കണ്ട, എനിക്ക് മീൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത്, പക്ഷേ രസമുണ്ട്. കഴിച്ചു നോക്കണം, ടേസ്റ്റ് ഉണ്ടാവും തോന്നണ്. നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ തന്നെ വറുത്തക്കണ കാരണം കൊണ്ടേ ഒരു പ്രശ്നം. എന്തായാലും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പപ്പയുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ മെരുന്ന് കിടക്കണ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ. വാവേ ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. ടാറ്റ ഇല്ലേ? നോ നോ ഉമ്മ. അപ്പം ടാറ്റാ. ഇല്ലാടാ കള്ള.